അഭിമന്യ പിതാവേ, KCCയുടെ പ്രസിഡന്റ് ശ്രീ ജോയ് മുപ്രാപ്പള്ളിൽ, KCCയുടെ മറ്റ് ഭാരവാഹികളെ, വൈദികരെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ ഈ ചർച്ചയിൽ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഒരു ചെറിയ ചിന്ത മാത്രം എനിക്ക് നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുവാനുള്ളത്. കാരണം നമ്മുടെ എല്ലാ ചിന്തകളെയും നയിക്കേണ്ടത് വൈകാരികമായ പ്രകടനമല്ല, നേരെ മറിച്ച് ഇന്ന് സെബാസ്റ്റ്യൻ പറഞ്ഞതുപോലെ ദൈവശാസ്ത്രപരവും നിയമപരവുമായ അടിസ്ഥാനത്തിന്മേൽ വേണം നമ്മൾ നീങ്ങാൻ. എന്തെങ്കിലും നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ രണ്ടടിസ്ഥാനത്തിൽ നീങ്ങിയാലേ നമുക്ക് എന്തെങ്കിലും ലഭിക്കത്തുള്ളൂ. ആദ്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത് AD 345 നമ്മുടെ കുടിയേറ്റം എന്ന് പറയുന്നത് ഒരു പ്രേക്ഷിത കുടിയേറ്റമാണ്. അതായത് നമ്മുടെ സഭാഘടകത്തെ, സഭാ കൂട്ടായ്മയെ ശക്തിപ്പെടുത്താൻ വന്നവരാണ് നമ്മളെന്ന് നമ്മൾ അഭിമാനപൂർവ്വം ഓർക്കുന്നവരാണ്. അത് നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ വന്നത് ഒരു സഭാ കൂട്ടായ്മയെ, ഇവിടെ ഉണ്ടായിരുന്നൊരു സഭാ കൂട്ടായ്മയെ ശക്തിപ്പെടുത്താൻ വേണ്ടി വന്നവരാണ് നാം വിസ്മരിക്കരുത്. ഇങ്ങനെ വന്ന ജ്ഞാനായക്കാരുടെ സാമുദായികമായ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം എന്ന് പറയുക അത് സ്വവംശ വിവാഹ നിഷ്ഠയാണ്, അല്ലെങ്കിൽ എൻഡോഗമി എന്ന് പറയും. ഇപ്പം നമ്മുടെ സമുദായത്തിൻ്റെ സാമുദായിക കൂട്ടായ്മ അടിസ്ഥാനം എന്ന് പറയുക അത് സ്വവംശ വിവാഹ നിഷ്ഠയാണ്. അവിടെ എൻഡോഗമി കാത്തു സൂക്ഷിക്കാൻ സാധിക്കാത്തത് കൊണ്ടോ ഇവിടെ എൻഡോഗമി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി മാത്രമോ വന്നവരല്ല നമ്മൾ. അപ്പോൾ നമ്മുടെ സാമുദായിക കൂട്ടായ്മയുടെ അടിസ്ഥാനം എന്ന് പറയുക അത് നമ്മുടെ എൻഡോഗമിയാണ്, നമ്മുടെ സ്വവംശ വിവാഹ നിഷ്ഠയാണ്. നമ്മൾ പലപ്പോഴും ജ്ഞാനായക്കാരൻ ആരാണ് എന്ന നിർവചനം പലപ്പോഴും പല രീതിയിൽ വ്യാഖ്യാനിക്കാറുണ്ട്. സഭയിലെ ഒരു രൂപതയിൽ നിയമമുണ്ടാക്കുക ആ രൂപതയുടെ എപ്പാർക്കിയൽ അസംബ്ലിയാണ്. 2000 സെപ്റ്റംബർ മാസം 11 മുതൽ 15 വരെ നടത്തിയ നമ്മുടെ എപ്പാർക്കിയൽ അസംബ്ലിയിൽ ജ്ഞാനായ സമുദായത്തിൻ്റെ ജീവിത സാക്ഷ്യം എന്ന ആ രേഖയിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആരാണ് ജ്ഞാനായക്കാരൻ. അത് സ്വവംശ വിവാഹ നിഷ്ഠയിലൂടെ ജ്ഞാനായ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചവരാണ്. എന്ന് വെച്ചാൽ ഇത് ജന്മാവകാശമാണ്. ജ്ഞാനായ മാതാപിതാക്കന്മാരിൽ നിന്ന് സ്വവംശ വിവാഹ നിഷ്ഠയിലൂടെ ജനിച്ചവരാണ് ജ്ഞാനായക്കാരൻ. നമ്മൾ പറയുന്നത് പോലെ KM മാണിക്ക് സ്വാഗതം പറയുമ്പോൾ ജന്മം കൊണ്ട് അല്ലെങ്കിലും കർമ്മം കൊണ്ട് ജ്ഞാനായക്കൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു നിർവചനം ജ്ഞാനായക്കാർക്കില്ല. അത് ജന്മാവകാശമാണ്. അത് ആർക്കും എടുത്തു മാറ്റാൻ സാധിക്കില്ല. ജന്മാവകാശം എന്ന് പറഞ്ഞാൽ മരണം കൊണ്ട് മാത്രം എടുത്തു മാറ്റാൻ അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നൊരു അവകാശമാണ് ജന്മാവകാശം എന്ന് പറയുക. അപ്പോൾ ജ്ഞാനായക്കാർക്ക് 2 കൂട്ടായ്മകളുണ്ട്. അതായത് സാമുദായിക കൂട്ടായ്മയും അതുപോലെ തന്നെ സഭാത്മക കൂട്ടായ്മയും. സാമുദായിക കൂട്ടായ്മയ്ക്ക് അടിസ്ഥാനം എന്ന് പറയുന്നതാണ് എൻഡോഗമി, അല്ലെങ്കിൽ ജ്ഞാനായ മാതാപിതാക്കളുള്ള ജനനമാണ് സാമുദായിക കൂട്ടായ്മയ്ക്ക് അടിസ്ഥാനമെന്ന് പറയുക. സഭാത്മക കൂട്ടായ്മയ്ക്ക് അടിസ്ഥാനമെന്ന് പറയുക അത് മാമോദീസയാണ്. മാമോദീസ സ്വീകരിക്കാതെ തന്നെ ഒരാൾക്ക് ജ്ഞാനായ സാമുദായിക കൂട്ടായ്മയിൽ അംഗമാകാൻ സാധിക്കും. അതേ സമയത്ത് നമ്മൾ സഭാ കൂട്ടായ്മയിൽ അംഗമാകുക അത് മാമോദീസയുടെയാണ്. ഈ തമ്മിൽ ഒരു വൈരുദ്ധ്യവുമില്ല. പക്ഷേ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, പ്രാധാന്യത്തിൽ വ്യത്യാസമുണ്ട്. നമ്മൾ പലപ്പോഴും പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ജ്ഞാനായ സമുദായവും സഭയും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണെന്നുള്ളതാണ്. ആ പ്രയോഗം അതിൻ്റെ അർത്ഥം തുല്യ പ്രാധാന്യമുള്ളതെന്നുള്ളതാണ്. പക്ഷേ തുല്യ പ്രാധാന്യം എന്ന നിലയിലുള്ള ആ പ്രസ്താവന തെറ്റാണ്, ദൈവശാസ്ത്രപരമായി തെറ്റാണ്. കാരണം സഭ എന്ന് പറയുന്നത് അത് ഒരു ദൈവീക സംവിധാനമാണ്. സമൂഹം എന്ന് പറയുക അല്ലെങ്കിൽ സമുദായം എന്ന് പറയുക അതൊരു മാനുഷിക സംവിധാനമാണ്.
അതാണ് ഞാൻ പറഞ്ഞത്, മാമോദീസ മുങ്ങാതെ പോലും ഒരാൾക്ക് സാമുദായിക കൂട്ടായ്മയിൽ പങ്കുചേരാനായിട്ട് സാധിക്കും. അതേസമയത്ത് സഭാ കൂട്ടായ്മയിൽ നമ്മൾ പങ്കുചേരുക അത് മാമോദീസയിലൂടെയാണ്. നമ്മൾ പലപ്പോഴും ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്, ക്നാനായക്കാർ എല്ലായിടത്തും ഒരുപോലെയല്ലേ എന്ന് ചോദിച്ചാൽ എല്ലാ കാര്യത്തിലും ഒരുപോലെയല്ല. പ്രത്യേകിച്ച് ക്നാനായക്കാരുടെ മേലുള്ള കോട്ടയം മെത്രാനുള്ള അധികാരം ലിമിറ്റഡ് ആണ്. അപ്പോൾ വ്യത്യസ്ത സംവിധാനങ്ങളാണ് നമ്മൾ നിൽക്കുക. ഈ കേരളത്തിലുള്ളവരും അതുപോലെ തന്നെ നോർത്ത് അമേരിക്കയിലുള്ളവർ വ്യത്യസ്ത സംവിധാനത്തിൻ്റെ കീഴിലാണ് നമ്മൾ നിൽക്കുക. അത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടുത്തെ സംവിധാനമല്ല അവിടെയുള്ളത്. കാരണം കോട്ടയം മെത്രാന് അമേരിക്കയിലുള്ള ക്നാനായക്കാരുടെ മേൽ യാതൊരു അധികാരവുമില്ല. ദയവായിട്ട് എല്ലാവരും ഇരിക്കണം. അച്ഛന് പറയാനുള്ളത് പറയട്ടെ. പറഞ്ഞു കഴിഞ്ഞ് അച്ഛന് പറയാനുള്ളത് പറയട്ടെ. അത് കഴിഞ്ഞ് പറയാൻ ആളുകളുണ്ട്. നിങ്ങൾക്ക് പറയാനുള്ള അവസരവും തരാം. സാമാന്യ മര്യാദ എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുക, ഏറ്റവും വലിയ ആശങ്ക 1986 പേപ്പർ ഡിഗ്രി അല്ലെങ്കിൽ പേപ്പർ റെസ്ക്രിപ്റ്റ് അതിവിടെ നടപ്പാക്കുകയില്ലേ എന്നുള്ളൊരാശങ്കയാണ്. നമ്മുടെ ഏറ്റവും വലിയ ആശങ്ക ഏതാണ്? അമേരിക്കയിലുള്ള നിയമം ഇവിടെ കൊണ്ടുവരില്ലേ എന്നുള്ള ഒരാശങ്കയാണ്. അതിന് 2003 ഡിസംബർ 23 പോപ്പ് ജോൺ രണ്ടാമൻ മാർപ്പാപ്പ ഒരു സോവറിൻ ഡിസിഷൻ തന്നിട്ടുണ്ട്, പരമാധികാര നിർവചനം. അതിതാണ് കോട്ടയം രൂപതയുടെ സ്റ്റാറ്റസ് കോ. അത് മസ്റ്റ് ബി മെയിൻറ്റെയിൻഡ്, എന്നും നിലനിർത്തണമെന്നല്ല എന്നും നിലനിൽക്കണമെന്ന് 2003 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരു സോവറിൻ ഡിസിഷനിലൂടെ നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഇവിടുത്തെ സംവിധാനത്തിന് ഒരു മാറ്റവും വരികയില്ല എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പാണത്. മറ്റൊന്ന്, നോർത്ത് അമേരിക്കയിലെ സംവിധാനങ്ങൾ അതവർക്ക് ഗുണകരമാണോ സമുദായത്തിന് ദൂഷ്യമാണോ എന്ന് പ്രധാനമായും തീരുമാനമെടുക്കേണ്ടത് അവിടെയുള്ളവരാണ്. കാരണം നമ്മൾ 2 സംവിധാനത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ ലഭ്യമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അവിടുത്തെ സംവിധാനത്തെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതിനുള്ളൊരു സംവിധാനമായിട്ടാണ് ഒരു എഗ്രിമെൻറ്റിൽ, അത് 2003 തന്നെ പറഞ്ഞൊരു കാര്യമാണത്, വീണ്ടും ആവർത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. 2003 നമ്മൾ മുൻപോട്ട് വച്ച ഒരു തീരുമാനമാണ്, അത് നമ്മളിവിടെ ആവർത്തിച്ചു എന്നേ ഉള്ളൂ. അത് KCCNA-യുടെ ലോസ് ആഞ്ചലൂസിലെ സമ്മേളനത്തിൻ്റെ റിപ്പോർട്ടിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. പിന്നെ നമ്മൾ അത് ചെയ്തു ഇത് ചെയ്തു, ഇവിടെ എന്തോ ആഭ്യന്തര യുദ്ധമാണ് നടക്കുന്നത് എന്നുള്ള പാനൽ കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോവുകയാണ്. അത് നമുക്കും നമ്മുടെ സമുദായത്തിനും അപകടകരമാണ്. നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടത്, നമുക്ക് ഇവിടെയുള്ള അവകാശങ്ങൾ ലോകത്തിലെമ്പാടുമുള്ള ജ്ഞാനായകൾ ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങളിൽ സൂയി ജൂരിസ് ചർച്ച സംവിധാനത്തിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ,
ദയവായിട്ട് ശബ്ദം ഉണ്ടാക്കരുത്. ഒരു കാര്യം, ഞാൻ ഈ മീറ്റിംഗ് സുഗമമായിട്ട് നമുക്ക് പോകുന്നതിന് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്. അപ്പം അത് പറയുന്നതിനും പിതാവിന് കേൾക്കുന്നതിനും ദയവായിട്ട്, അതോടൊപ്പം പിതാവിൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കുന്നതിന് നമുക്ക് സമയമാണ്, അവസരം കിട്ടണം. അതുകൊണ്ട് നിങ്ങൾ നമ്മളുടെ ശാന്തരായി നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ കുടുംബ കൂട്ടായ്മയാണ്, കുടുംബ യോഗമാണ്, നമ്മുടെ അപ്പനാണ്. അപ്പോൾ ആ ബഹുമാനവും എല്ലാം നമ്മൾ കൊടുക്കണം. അതേസമയം നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾക്കൊക്കെ പറയാൻ അവസരം തരാം, ആ അവസരത്തിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ദയവായിട്ട് ക്ഷമിക്കുക, അല്ലെങ്കിൽ നമ്മളെ മീറ്റിംഗ് അലങ്കോലമാകും. നമ്മൾ ഈ കഷ്ടപ്പെട്ട് വന്നതിലൊരു കാര്യമില്ല. അതുകൊണ്ട് ദയവായി അന്തസ്സായി മര്യാദയായി നമ്മൾ പ്രവർത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. അഭിമന്യ തിരുമേനി, വേദിയിലും സദസ്സിലുമുള്ള പ്രിയ ബഹുമാനപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു ദീർഘമായ പ്രസംഗത്തിന് എനിക്ക് സമയമില്ല, 3 മിനിറ്റേ ഉള്ളൂ. എനിക്ക് സംശയമുള്ള 1-2 കാര്യങ്ങൾ പിതാവിനോട് ചോദിച്ച് അതിൻ്റെ മറുപടി കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പൂർവ്വ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. ഈ പ്രശ്നം ഇവിടെ അമേരിക്കയിൽ ഉണ്ടായി കഴിഞ്ഞ് അടുത്ത കാലത്താണ് ക്നാനായക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മം കൊണ്ട് മാത്രമേ ക്നാനായക്കാരനുള്ളൂ എന്ന സത്യം ഞാൻ അറിയുന്നത്. ഞാൻ ഇന്നുവരെ ധരിച്ചു വെച്ചിരുന്നത് ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും അവൻ ക്നാനായക്കാരനായിരിക്കണം എന്നാണ്. ഏതായാലും ഞാൻ എൻ്റെ സംശയം മാറ്റാൻ, എൻ്റെ നേരത്തെയുള്ള അഭിപ്രായം മാറ്റാൻ തയ്യാറാണ്. പക്ഷേ എനിക്കത് ബോധ്യപ്പെടുമ്പോൾ ഞാൻ മാറ്റാൻ തയ്യാറാണെന്നും പറയുകയാണ്. ഞാനെന്ന് പറയുന്നത് 1911 നമ്മുടെ 10-ാം പിയൂസ് പിതാവ് നമുക്ക് ഒരു രൂപത തന്നു. ഈ രൂപത കിട്ടിയത് ഓടിച്ചെന്നപ്പോൾ അങ്ങ് തരികയല്ലേ ഇതേ. മാക്കി പിതാവ് എന്ന് പറഞ്ഞ ആ ദിവ്യൻ, അദ്ദേഹം കെട്ടുവള്ളത്തേലും കപ്പലേലും ഒക്കെ കയറി മാസങ്ങളോളം ബുദ്ധിമുട്ട് അലഞ്ഞ് റോമിൽ പോയി മേടിച്ചെടുത്തതായത്. അതിൻ്റെ 100-ാം വർഷം ശതാബ്ദി നമ്മൾ ഉടനെ തന്നെ ആഘോഷിച്ചു. അന്നത്തെ നമ്മുടെ മുദ്രാവാക്യം ഒരുമയിൽ തനിമയിൽ വിശ്വാസ നിറവിലെന്നായിരുന്നു. പക്ഷെ ഇപ്പോഴ് ഒരുമ പോയി, തനിമ പോയി, വെറും വിശ്വാസമേ ഉള്ളൂ. അത് ഇവിടെ ഇരിക്കുന്ന എന്നല്ല, ഈ ഒരുമയും തനിമയും ക്നാനായക്കാരനായി ജനിച്ച് ജീവിക്കുന്നവന് ആ ഒരുമയും തനിമയും ഒരിക്കലും മാറ്റിവെക്കാൻ സാധ്യമല്ല എന്നുള്ള വസ്തുത അറിയണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ജനങ്ങളുടെ വികാരം മനസ്സിലായാൽ അറിയാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് അഭിമന്യ പിതാവിനോട് ചോദിക്കാനുള്ള എൻ്റെ ഒരു സംശയം, ഈ 100 വർഷത്തെ നമ്മൾ ആഘോഷിച്ചു. ഇടവക മുതൽ ഫോറാന മുതൽ രൂപത വരെ കുളുക്ക വരെ ഇട്ട് പിരിവെടുത്ത് സംഗതി നടത്തി. ഇതെല്ലാം നടത്തി കഴിഞ്ഞ് ഇപ്പോഴ് ഒരുമ വേണ്ട, തനിമ വേണ്ട, വിശ്വാസം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് അത് അപ്രൂവ് ചെയ്യുവാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് ഇപ്പോഴ് ഈ അമേരിക്കയിൽ ചെന്ന് പിതാവിന് ജൂറിസ്ഡിക്ഷൻ ഇല്ലാത്തടത്ത്, അങ്ങാടിയകത്ത് അധിപനായിട്ടുള്ളിടത്ത് പിതാവ് ഇപ്പോഴ് അവിടെ ചെന്ന് ഇതാണ് ശരി എന്ന് പറയാനുണ്ടായ സാഹചര്യം എന്താണ്? 2007 കാലഘട്ടത്തില് പാസ്റ്റർ കൗൺസില് അന്ന് പിതാവ് അമേരിക്കയിൽ ചെന്ന് പറഞ്ഞതിന്റെ പേരില് ഇവിടെ ഒരു കമ്മീഷൻ വെച്ചു, പാസ്റ്റർ കൗൺസിൽ കമ്മീഷൻ വെച്ചു. VP തോമസ് കുട്ടി അദ്ദേഹമായിരുന്നു അതിന്റെ കൺവീനർ, ഞാൻ അതിലെ അംഗമായിരുന്നു. ഞങ്ങൾ പലയിടത്തു നിന്നും തെളിവെടുത്ത്, എല്ലാ തെളിവുകളും എടുത്ത് അവസാനം പാസ്റ്റർ കൗൺസില്, പ്രസ്ബിറ്റേറിയൻ കൗൺസില് ഞങ്ങളുടെ അഭിപ്രായം അവിടെ സബ്മിറ്റ് ചെയ്തു. ആ അഭിപ്രായത്തിൽ പറഞ്ഞിരിക്കുന്നത്
യാതൊരു കാരണവശാലും എൻഡോഗമിയിൽ മായം ചേർക്കാൻ പറ്റില്ല, എൻഡോഗമി നമ്മുടെ ആണ് എന്ന് പറഞ്ഞ് പാസ്റ്റർ കൗൺസില് തീരുമാനം വ്യക്തമായി എഴുതിയിട്ടു. ആ തീരുമാനം പാസ്റ്റർ കൗൺസിൽ ഉള്ളപ്പോൾ ഇവിടെ പാസ്റ്റർ കൗൺസിലോട് ഒന്നും ആലോചിക്കാതെ പിതാവ് ഓഫ് ഹാൻഡഡായി അമേരിക്കയിൽ പോയി അത് പറയാനുണ്ടായ സാഹചര്യം എന്താണ്? മറ്റൊരു സംശയം എനിക്കുള്ളത്, ഇന്നിപ്പോഴ് പിതാവും എല്ലാവരും പറയുന്നു അവിടെ അമേരിക്കയിൽ മാത്രമേ ഈ പ്രശ്നമുള്ളൂ, കേരളത്തിലൊരു പ്രശ്നവുമില്ല. ഞാൻ ചോദിക്കുന്നു, ഈ അങ്ങാടിയാത്ത് അവിടെ പറഞ്ഞ ഈ കാര്യം അവിടെ നടപ്പായി. ഇവിടെ സീറോ മലബാർ സിനഡില് ഇതുപോലെ 2-3 കാനാക്കാര് ഒരു കംപ്ലൈന്റ് കൊടുക്കുക, അമേരിക്കയിലെ ജ്ഞാനായവും കേരളത്തിലെ ജ്ഞാനായവും ഒന്നാണ്, അതുകൊണ്ട് അമേരിക്കയിൽ ഞങ്ങൾക്ക് ഈ വക അവകാശങ്ങളുണ്ട്, ആ അവകാശങ്ങൾ കേരളത്തിൽ ഞങ്ങൾക്ക് സാധിച്ചു തരണം എന്ന് പറഞ്ഞാൽ സിനഡ് അതിനെ അംഗീകരിച്ചാൽ മൂലക്കാട്ട് പിതാവിന്റെ മറുപടി എന്തായിരിക്കും എന്നെനിക്കറിയാൻ ആഗ്രഹമുണ്ട്. അന്ന് പിതാവ് പറയാ സിനഡ് തീരുമാനിച്ചില്ലേ, ഇപ്പം വേണേ പറയാം അടുത്ത ജന്മത്തിൽ പട്ടിയാകുമെന്ന് വിചാരിച്ച് ഇപ്പോഴേ കുറയ്ക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞേക്കും. പിതാവ് മറുപടിയായിട്ട് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും അത് അന്നേരം കുറച്ചാൽ പോരെ. പക്ഷേ അന്ന് പട്ടിയാകാതിരിക്കാനും ജ്ഞാനായത്തിനെതിരായി ഒരു സീറോ മലബാറുകാരനും ഒരു പ്രശ്നമുണ്ടാക്കി അത് പിതാവിന്റെ അടുത്ത് അവതരിപ്പിക്കാനും ഇടയാകാതിരിക്കാന് നമ്മൾ ഇപ്പോഴേ അതിനുള്ള കരുക്കൾ നീക്കണം. അത് ആണ് ഞാനിപ്പോൾ പറഞ്ഞതിന്റെ ഉദ്ദേശം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇതെന്റെ മാന്യമായ സംശയങ്ങളാണ്. ഈ സംശയങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാലേ എൻ്റെ ദുഃഖം തീരുള്ളൂ. കാരണം ഞാൻ ഒരു ജ്ഞാനായ സമുദായത്തിൽ പിറന്നവനായതുകൊണ്ട് ഉഴവൂർ ഒരു കോളേജ് ഉണ്ടായി, BCM കോളേജ് ഉണ്ടായി, രാജപുരത്തൊരു കോളേജ് ഉണ്ടായി. ഒരു അധ്യാപകനായിട്ടും ഒരു പ്രിൻസിപ്പലായിട്ടും അവിടെ ജോലി ചെയ്യാൻ എനിക്ക് സാധിച്ചത് അവിടെ ഒരു ജ്ഞാനായ സമുദായം ഉണ്ടായിരുന്നതുകൊണ്ടും ആ സമുദായം നടത്തിയതുകൊണ്ടാണ്. എൻ്റെ പിൻഗാമികൾ, എൻ്റെ പിന്നെ വരുന്നവരും അവർക്ക് ഇതുപോലെയുള്ള അവകാശങ്ങൾ കിട്ടണമെങ്കിൽ നമ്മുടെ സമുദായം അഭംഗരം നിലനിൽക്കുക തന്നെ വേണം. പക്ഷേ അതിനെതിരായി നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ ഞാൻ ദുഃഖിച്ചു പറയട്ടെ, എനിക്ക് ചില വൈദികരിൽ നിന്ന് തന്നെ അവര് ഇതിനെതിരായ അഭിപ്രായം കിട്ടുന്നുണ്ട്. അത് ഒരിക്കലും വെച്ചു പൊറപ്പിക്കാൻ പറ്റില്ല എന്നുകൂടി ഞാൻ പറയാൻ ശ്രമിക്കുക. ഇത്രയും പറയേണ്ടി വന്നതിൽ ഖേദം കൊണ്ടും സങ്കടം കൊണ്ടും പറഞ്ഞതാ. അടുത്തത് പ്രൊഫസർ തോമസ് കുട്ടി. മൂലക്കാട്ട് പിതാവേ, അധ്യക്ഷൻ ജ്ഞാനായ കാത്തലിക് കോൺഗ്രസ് പ്രസിഡന്റ് ഷെവിലിയർ ജോയ് ജോസഫ്, എളുപ്പാൻ ലച്ച, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, 2007 അന്നത്തെ പാസ്റ്റർ കൗൺസിൽ ഈ ഒരു വിഷയം വന്നത്. അതായത് നമ്മുടെ സീറോ മലബാർ സഭയുടെ അതിർത്തിക്ക് പുറത്തുള്ള ജ്ഞാനായക്കാരുടെ അജപാലന പ്രശ്നത്തെക്കുറിച്ച് ഉള്ള പ്രശ്നം വന്നപ്പോൾ അന്ന് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാനായിട്ട് മൂലക്കാട്ട് പിതാവിൻ്റെ നിർദ്ദേശാനുസരണം ഒരു 10 അംഗ കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. ഈ 10 അംഗ കമ്മിറ്റിയിൽ ചെയർമാനായിരുന്നത് കൊല്ലാപുറപ്പിലച്ചനും വെള്ളിയാനിച്ചന് ഉൾപ്പെടെ 4 അച്ഛന്മാരും ഒരു കന്യാസ്ത്രീയും അതുപോലെ 5 അൽമായരും ഉൾപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് ചില നിർദ്ദേശങ്ങൾ പഠിച്ചതിന് ശേഷം ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ എല്ലാം അംഗീകരിച്ചുകൊണ്ട് ആ റിപ്പോർട്ട് പാസ്സാക്കുകയും റിപ്പോർട്ട് അംഗീകരിക്കുകയും അത് അപ്നാദേശിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുകയുണ്ടായി. അതിനകത്ത് വന്നിരിക്കുന്ന 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ജ്ഞാനായക്കാർ എന്ന് പറയുന്നത് ജ്ഞാനായ ഒരു
ഒരു ക്നാനായ അംഗം ഒരു ക്നാനായ സ്ത്രീയെ വിവാഹം ചെയ്യുക എന്നുള്ളതാണ് തത്വം. അതല്ലാതെ ഉണ്ടാകുന്ന കുടുംബം ക്നാനായ സമുദായത്തിൽ ഉൾപ്പെടുന്നില്ല എന്ന് വ്യക്തമായിട്ട് ആ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത് മറ്റൊരു കാര്യം, ഇവിടെ നമ്മുടെ വികാരി ജനറൽ സൂചിപ്പിക്കുകയുണ്ടായി, അമേരിക്കയിലെ പ്രശ്നം ഇവിടുത്തെ നമ്മുടെ നാട്ടിലുള്ള പ്രശ്നവുമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. കാരണം ഇവിടെയുള്ളത് അമേരിക്കയിൽ നടപ്പാക്കാൻ സാധ്യമല്ല എന്നുള്ളത്. 2007 നമ്മൾ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ അവസാനം എഴുതി ചേർത്ത നിർദ്ദേശം, പ്രധാനപ്പെട്ട നിർദ്ദേശം, ഇന്ന് സീറോ മലബാർ രൂപതയുടെ അതിർത്തിക്കുള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ അതിർത്തിക്കുള്ളിൽ ഉള്ള സംവിധാനം തന്നെ അതിർത്തിക്ക് പുറത്തും നടപ്പാക്കണം എന്ന് വ്യക്തമായി ആ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഒരു ഭേദഗതിയും, അന്നിവിടെ ഉണ്ടായിരുന്ന പാസ്റ്റർ കൗൺസിലുണ്ടായിരുന്ന വൈദികരുണ്ട്, അൽമായരുണ്ട്, മറ്റു പലരും ഉണ്ട്. ഇതിൽ യാതൊരു ഭേദഗതിയും അമേരിക്കയിൽ ഇത് നടപ്പാക്കുകയില്ല, ഇത് ഇവിടെ മാത്രമേ നടപ്പാക്കുകയുള്ളൂ എന്നൊരു ഭേദഗതിയും അവിടെ അവതരിപ്പിക്കുകയുണ്ടായില്ല. അത് എല്ലാവരും കൂടി ഇത് ചുരുക്കം മറ്റു ചില ഭേദഗതികളോടുകൂടി ഈ റിപ്പോർട്ട് അംഗീകരിക്കുകയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിനുശേഷം 2007 ശേഷമാണോ അമേരിക്കയിൽ അമേരിക്കയിൽ പുതിയതായിട്ടുള്ള പ്രശ്നം ഉണ്ടായത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ അടുത്ത ചോദ്യം, ഇവിടെ നമ്മുടെ പലർക്കും ഉള്ള ഒരു സംശയമുണ്ട്. അന്ന് മാക്കിൽ പിതാവ് നമുക്കൊരു രൂപതയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ നമ്മുടെ എൻഡോഗമി ഒരുപക്ഷെ മറച്ചു വെച്ചാണോ, നമ്മുടെ എൻഡോഗമിയെക്കുറിച്ച് മറച്ചു വെച്ചിട്ടാണോ നിവേദനം സമർപ്പിച്ചത്? അതിൻ്റെ ഒരു പ്രസക്ത ഭാഗം, ആ നിവേദനത്തിൻ്റെ ഒരു പ്രസക്ത ഭാഗം മാത്രം ഞാൻ വായിക്കുകയാണ്. വടക്കും പാവരും തെക്കും പാവരും എന്ന പ്രത്യേക സംഖ്യകളാൽ വ്യത്യസ്തങ്ങളായും തന്നെ ഇവരിയ്ക്കുന്നു. ഇവർ മറ്റു പ്രകാരം നല്ല ക്രിസ്ത്യാനികളാണെങ്കിലും സാമുദായികമായും കുടുംബപരമായും ആചാരപരമായും തമ്മിൽ വളരെ വ്യത്യസ്തപ്പെട്ട് ഇരിക്കൊണ്ട് അന്യോന്യം സൗഹാർദ്ദമായിരിക്കുന്നില്ല. ആകയാൽ തമ്മിൽ ജാതി വ്യത്യാസങ്ങളൊന്നുമില്ലെങ്കിലും ജനതകൾ അഥവാ സമുദായങ്ങൾ എന്ന നിലയിലുള്ള പരസ്പര വൈവിധ്യം മൂലം 15 നൂറ്റാണ്ടുകളായി തമ്മിൽ രക്തബന്ധമോ കെട്ടുബന്ധമോ ഇല്ലാതെ അവർ ജീവിച്ചു പോരുന്നു. മറിച്ചുള്ള പ്രേരണകൾക്കൊന്നും അവർ വശംവദരാകുന്നില്ല. അന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, സമുദായ വിവാഹ നിഷ്ഠ പാലിക്കുന്ന ഒരു സമുദായമാണ് എന്ന് ആ നിവേദനത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് കോട്ടയം വികാരിയാത്ത് തന്നതും അതിനുശേഷം അത് രൂപതയാക്കി മാറ്റിയതും പിന്നെ അതിനുശേഷം അതിൻ്റെ അതിർത്തി വർദ്ധിപ്പിച്ചതുമൊക്കെ ഈ സ്വവംശ വിവാഹ നിഷ്ഠ അംഗീകരിച്ചതുകൊണ്ടാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടെ, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ബിജു ഉതുപ്പ് ഒരു കേസ് ഉണ്ടായത് അറിയാം. അതായത് സമുദായത്തിന് പുറത്തു പോയ ആളെ ഉൾപ്പെടുത്തുവാനായിട്ടൊരു കേസ് ഉണ്ടായി. അത് സിവിളായിട്ടും അതുപോലെ സഭാപരമായിട്ടും ആ കേസ് അവർ അപ്പീലുകൾ കൊടുത്തു. അതിൻ്റെ ബിജു ഉതുപ്പ് കേസിലെ സംബന്ധിച്ച് പൗരസ്ത്യ തിരുസംഘം ഇതിൻ്റെ വാദമുഖങ്ങളും പ്രമാണങ്ങളും എല്ലാം പരിശോധിച്ച ശേഷം ഡൽഹിയിലെ ഇന്റർനൻഷ്യോ മുഖാന്തരം കോട്ടയം രൂപതാധ്യക്ഷനെ അറിയിച്ചത്, ദിസ് ബീയിങ് എ ലോക്കൽ മാറ്റർ ഈസ് ടു ബി റിസോൾവ്ഡ് ബൈ ദ സതീസ്റ്റ് ഓർ ക്നാനായ കാത്തലിക് കമ്മ്യൂണിറ്റി ഇറ്റ്സെൽഫ് ഇൻ അക്കോർഡൻസ് വിത്ത് ഇറ്റ്സ് ട്രഡീഷണൽ സ്റ്റാറ്റ്യൂട്ട്സ് ആൻഡ് കസ്റ്റംസ്. പൂർണ്ണ അധികാരം നമ്മുടെ രൂപതാധ്യക്ഷന് കൊടുക്കുകയാണ്. ഒന്നുകൂടെ പറയുന്നു, ഇഫ് ഹി ഈസ് ജഡ്ജ്ഡ് ടു ബി ലീഗലി എക്സ്ട്രേനിയസ് ടു ദാറ്റ് കമ്മ്യൂണിറ്റി, ഈ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ചേർക്കുന്നില്ലെങ്കിൽ ഹി ഷാൽ ബി ഇപ്സോലിയൂർ എ മെമ്പർ ഓഫ് ദി സീറോ മലബാർ എപ്പാർക്കി ഓഫ് ദ ടെറിട്ടറി ഇൻ വിച്ച് ഹി ഹാസ് ഹിസ് ഡൊമിസൈൽ. വളരെ വ്യക്തമായിട്ട് അവിടെയും നമ്മുടെ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഉണ്ടായിരിക്കുന്ന ഇപ്പോൾ വീണ്ടും 86 ഉണ്ടായിരുന്ന റെസ്ക്രിപ്റ്റിൻ്റെ പേരിലാണ് ഇപ്പം അമേരിക്കയിൽ ക്നാനായ മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിച്ച ഒരാൾ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത്. അമേരിക്കയിൽ ഉൾപ്പെടുത്തണം, നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇവിടെ ഉൾപ്പെടുത്താൻ പാടില്ല. ഇത്
മറ്റുള്ളവരുടെ മുമ്പിൽ എന്ത് ന്യായമാണ് നമുക്കത് പറയാനൊക്കെ ഉള്ളത്? ഒരേ സമുദായത്തിലെ അമേരിക്കയിൽ ഉൾപ്പെടുത്താം, ഇവിടെ ഉൾപ്പെടുത്താൻ പാടില്ല. രണ്ടാമത് ഒരു കാര്യം കൂടെ, ഒരു കുടുംബത്തിലെ കുടുംബനാഥൻ ക്നാനായ കമ്മ്യൂണിറ്റിയിൽ അംഗമാകുകയും ഭാര്യയെയും മക്കളെയും അംഗങ്ങളാക്കാതിരിക്കുകയും ചെയ്യുന്നത് ആ കുടുംബത്തോട് ചെയ്യുന്ന വലിയ ദ്രോഹമല്ലേ? ആ കുടുംബം ശിഥിലമാകാൻ പോകുന്ന ദ്രോഹമല്ലേ? അപ്പോൾ ഭാവിയിൽ വീണ്ടും റിസ്ക്രിപ്റ്റുകൾ വരും. ക്നാനായ കുടുംബനാഥൻ ഒരു കുടുംബനാഥൻ ഏത് കമ്മ്യൂണിറ്റിയിലാണോ ആ കമ്മ്യൂണിറ്റിയിലേക്ക് തന്നെ ആ കുടുംബത്തിലെ മറ്റംഗങ്ങൾ എല്ലാവരും വരേണ്ടി ആ റിസ്ക്രിപ്റ്റും അവസാനം നമ്മൾ പാലിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അവസാനം എനിക്കൊന്നേ സൂചിപ്പിക്കാനുള്ളൂ, ക്നാനായ സമുദായത്തിൽ വെള്ളം ചേർത്താൽ, പാലിൽ വെള്ളം ചേർക്കാൻ അനുവദിച്ചാൽ അവസാനം പാലും വെള്ളവും തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കുകയില്ല. അതുപോലെ ക്നാനായ സമുദായത്തിൽ ഈ തരത്തിൽ എന്തെങ്കിലും തരത്തിൽ വെള്ളം ചേർത്താൽ അത് ഈ സമുദായത്തിൻ്റെ നിലനിൽപ്പിന് വലിയ ഭീഷണിയായി തീരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തത് ശ്രീ ചാക്കോ പട്ടാർകുഴി, റിട്ടയർഡ് പ്രിൻസിപ്പൽ. പിതാവേ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, ആരാണ് ക്നാനായക്കാരൻ എന്നതിന് ഇവിടെ ഇതിനു മുൻപ് സംസാരിച്ചവരെല്ലാം നിർവചനം നൽകി കഴിഞ്ഞു. എന്നോടും അതിനെപ്പറ്റി സംസാരിക്കാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് അതിന് ആരാണ് ക്നാനായക്കാരൻ എന്ന ചോദ്യത്തിന് എനിക്കുള്ള മറുപടി, അവൻ മാർഗവാസി അല്ല. അവൻ സ്വവംശ വിവാഹ നിഷ്ഠയിൽ വിശ്വസിക്കുന്നവനാണ്, അത് ആചരിച്ചു പോരുന്നവനാണ്. മാത്രവുമല്ല, അവന് ആത്മാഭിമാനിയാണ്, അവൻ തനിമയിലും പാരമ്പര്യത്തിലും വിശ്വസിക്കുന്നവനാണ്, അതിൽ ഊറ്റം കൊള്ളുന്നവനാണ്. ഇങ്ങനെയുള്ള ഒരു ക്നാനായ സദസ്സിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു രാത്രി മുഴുവൻ യഹോവ യാക്കോബുമായി മൽപ്പിടുത്തം നടത്തി. നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ യഹോവ പടങ്ങിപ്പോകാൻ തുടങ്ങിയപ്പോൾ യാക്കോബ് ചോദിച്ചു, താൻ അങ്ങ് ആരാണ്? യഹോവ പറഞ്ഞു, നീ ധീരനാണ്, നീ രാത്രി മുഴുവൻ എന്നോട് മൽപ്പിടിച്ചവനാണ്, അതുകൊണ്ട് നിന്നെ ഞാൻ ഇസ്രായേൽ എന്ന് വിളിക്കും. ആ ഇസ്രായേലിന്റെ പിൻഗാമികളാണ്, യഹൂദ വംശരാണ് നാം ഓരോരുത്തരും, ക്നാനായക്കാര്. അതുപോലെ തന്നെ ആ ഇസ്രായേലിലെ പ്രമുഖനായിരുന്ന രാജാവാണ് ദാവീദ്. ദാവീദ് രാജാവിന്റെ വംശത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട് നാം അറിയപ്പെടുന്നത് രാജമക്കൾ എന്ന പേരിലാണ്. അതുപോലെ നമുക്കറിയാം, 17 പരീക്ഷകൾക്ക് മേലുള്ള മേലച്ചന്മാരാണ് നമ്മൾ. സൂര്യേന്ദ്രന്മാരുള്ളിടത്തോളം കാലം അനുഭവിക്കാനായി ഇവിടെ അന്ന് ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാള് അവകാശമായി നൽകിയ 72 പദവികൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ. ഇങ്ങനെ അതുപോലെ കേരള സഭയുടെ ചരിത്രത്തില് വലിയ പ്രതിസന്ധി നേരിട്ടപ്പോൾ അതിസാഹസികമായ കടൽയാത്ര നടത്തി കേരളത്തിൽ വന്ന് സഭയുടെ ഉദ്ധാരകരായി മാറിയ തീർത്ഥാടക പിതാക്കന്മാരുടെ പിൻഗാമികളാണ് ക്നാനായക്കാരായ നാം ഓരോരുത്തരും. അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്നാനായക്കാരന്റെ സവിശേഷതകൾ നിരവധിയാണ്. എനിക്ക് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുറത്തുള്ള ഒരാൾ കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ അന്തം വിടും. ആരായിരിക്കും ഇപ്പൊ ഇവരെ ഒന്ന് എവിടെ ചെന്നാൽ കാണാൻ പറ്റും? നമ്മളിത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരായതുകൊണ്ട് നമുക്കതിൻ്റെ മാഹാത്മ്യം അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പാരമ്പര്യത്തിലും തനിമയിലും വിശ്വാസ നിറവിലും ഒക്കെ കൈകടത്താനും അതിനെ തച്ചുടയ്ക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. 345 ഇവിടെ 7 ഇല്ലങ്ങളിൽപ്പെട്ട 72 കുടുംബങ്ങളിൽ നിന്ന് 400ഓളം അൽമായരും യൗസേപ്പ് മെത്രാനും 4 വൈദികരും ഏതാനും ശമാശന്മാരും അടങ്ങുന്ന ഒരു സംഘം ക്നായിത്തൊമ്പന്റെ നേതൃത്വത്തില് മലങ്കരയില് വന്നിറങ്ങി ഇവിടെ സത്യവേദം പ്രചരിപ്പിച്ചു. അവര് എണ്ണത്തിൽ വർദ്ധിച്ചു. കാലങ്ങൾ ചെന്നപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ അവർക്ക് സുഖകരമായ ഒരു ജീവിത സാഹചര്യങ്ങളല്ലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. വളരെയേറെ ത്യാഗങ്ങള് നമ്മുടെ പൂർവികര് അനുഭവിച്ചു. വളരെയേറെ പ്രതിസന്ധികള്. ഇന്ന് നമുക്കറിയാം, നമുക്കൊക്കെ ഒരു തോന്നൽ വന്നിരിക്കുന്നു,
നാം ഇന്ന് ഏതോ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നെന്ന് അല്പസ്വല്പം സത്യങ്ങളില്ലാതെയുമില്ല. ഞാൻ ഒരു ചെറിയ സംഭവം മാത്രം നമ്മുടെ പൂർവികർ അനുഭവിച്ചത്. ഗോവയിലെ ലത്തീൻ മെത്രാപ്പോലിത്ത ദോ മെനേസിസ് 1599 വിളിച്ചുകൂട്ടിയ ഉദയംപേരൂർ സൂനകദോസിന്റെ ഒരു ഡിഗ്രി അനുശാസിച്ചതനുസരിച്ച് തെക്കൻ ഭാഗർക്കും വടക്കൻ ഭാഗർക്കും തിരിച്ചു നൽകിയ ഇടവകൾ വേണ്ടെന്ന് വെച്ചു. വേണ്ട. അതിന്റെ പേരില് അന്നത്തെ കേരളക്കരയിൽ ഈ ക്നാനായ സമുദായം തെക്കും ഭാവരും വടക്കും ഭാവരും തമ്മില് സംഘർഷങ്ങളുണ്ടായി, ഏറ്റുമുട്ടലുകൾ ഉണ്ടായി, വലിയ രക്തച്ചൊരിച്ചിൽ തന്നെ സംഭവിച്ചു. അവസാനം മാർത്തോമ ജീവഹാനി പോലും സംഭവിച്ചു. ഒടുവിൽ കൊച്ചി രാജാവിന്റെ സൈന്യം ഇടപെട്ടാണ് ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിയത്. അങ്ങനെ വളരെയേറെ കഷ്ടപ്പാടുകൾ സഹിച്ച് ക്നാനായ സമുദായത്തിന്റെ തനിമ നിലനിർത്തുന്നതിന് നമ്മുടെ പിതാക്കന്മാർക്ക് പൂർവികർക്ക് കഴിഞ്ഞു. അതിനെ തുടർന്ന് 1840 മുതൽ 44 വരെ വരാപ്പുഴ മെത്രാപ്പോലീത്ത ആയിരുന്ന ഫ്രാൻസിസ് സേവ്യര് ക്നാനായ ആചാരപ്രകാരമുള്ള വിവാഹം നിരോധിച്ചു. നമ്മുടെ പൂർവികർ അതിനെതിരെയും ശബ്ദമുയർത്തി ആ ആചാരങ്ങളൊക്കെ വീണ്ടെടുത്തു. ഇങ്ങനെ ക്ലേശങ്ങളിലൂടെ ത്യാഗത്തിലൂടെ ആണ് നാം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ഈ തനിമയിലും ഒരുമയിലും എത്തിപ്പെട്ടിരിക്കുന്നത്. ഈ തനിമയും ഒരുമയും കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. ആ കടമ നമ്മൾ നിർവഹിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്ന തലമുറയോട് നമ്മൾ ചെയ്യുന്ന വലിയ അപരാധമായിരിക്കും അത്. ആയതിനാൽ എനിക്ക് ഈ അവസരത്തിൽ നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ഇവിടെ കോട്ടയം രൂപതയുടെ കോട്ടയം മെത്രാന്റെ അധീനതയിലുള്ള കോട്ടയം രൂപതയില് ഒരു നിയമവും അമേരിക്കയിലെ ക്നാനായക്കാർക്ക് വേറൊരു നിയമവും. അവിടുത്തെ ഒരു ക്നാനായ ഇതര ഒരു യുവതിയെ വിവാഹം ചെയ്താൽ അവൻ അങ്ങനെ വിവാഹം ചെയ്താലും ക്നാനായ ഇടവകയിൽ അവൻ അംഗത്വം ലഭിക്കുന്നു. ഇങ്ങനെ സംഭവിച്ചാൽ എനിക്ക് മുമ്പ് പ്രസംഗിച്ച പലരും പറഞ്ഞു ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ദൂരവ്യാപകമാണ്. ഇവിടെ അത് പിന്നീട് അതിന്റെ പ്രശ്നം ഇതുണ്ടാകുമ്പോഴും, അതുകൊണ്ട് ജോയി സാറ് പറഞ്ഞതുപോലെ നമുക്ക് ഇടവകകള് ആണോ പ്രധാനമായിട്ടുള്ളത്, രൂപതയാണോ പ്രധാനമായിട്ടുള്ളത്, അതോ സമുദായമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാലം വൈകിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ക്നാനായ സമുദായത്തെക്കുറിച്ച് ആഴമായ പഠനം നടത്തി ഗഹനമായ ഒരു റിപ്പോർട്ട് രൂപീകരിച്ചിട്ടുള്ള ആളാണ് ബഹുമാനപ്പെട്ട കൊല്ലാപറമ്പിലച്ഛൻ. ആ കൊല്ലാപറമ്പിലച്ഛൻ ക്നാനായ സമുദായത്തെക്കുറിച്ചും രൂപതയെക്കുറിച്ചും ഒക്കെ നൽകിയിരിക്കുന്ന ഒരു ചെറിയ വിവരണം ഞാനിവിടെ വായിക്കുകയാണ്. നമ്മുടെ സമുദായത്തിന്റെ അടിസ്ഥാന ഘടനയ്ക്കും സഭാഘടകത്തിന്റെ സുസ്ഥിതിക്കും വിരുദ്ധമാണ് ഇന്ന് അമേരിക്കയില് അങ്ങാടിയാത്ത പിതാവിന് റോമിൽ നിന്ന് ലഭിച്ചിരിക്കുന്നതായ നിയമം. പക്ഷെ 16ാം നൂറ്റാണ്ടിലേറെ പാരമ്പര്യത്തിന് വിരുദ്ധമായ ഈ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഈ നിർദ്ദേശങ്ങൾ പിൻവലിക്കണമെന്ന് പരിശുദ്ധ റോമാ സിംഹാസനത്തോട് നമുക്ക് അപേക്ഷിക്കണം. അവിടെ അപേക്ഷ നൽകി ഇത് തിരുത്തിക്കുന്നതിന് വേണ്ടതായ നടപടികൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേ പറ്റൂ. അത് നിർബന്ധമായും അതിന് വേണ്ടതായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായും ചെയ്യാനുള്ളത്. എനിക്ക് സമയം അനുവദിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിർത്താതെ പറഞ്ഞു പോകുന്നത്. ക്നാനായ ഇതരുമായിട്ടുള്ള ക്നാനായ ഇതരുമായിട്ടുള്ള നമ്മുടെ വിവാഹ ബന്ധം ചിക്കാഗോ സീറോ മലബാർ രൂപതയിലെ ക്നാനായ കത്തോലിക്ക ഇടവകകളിൽ അംഗത്വം വേണമെന്ന ആവശ്യം ക്നാനായ സമുദായത്തിന്റെ സുസ്ഥിരതയെ ബാധിച്ചിട്ടുണ്ട്. ഇതെന്റെ അഭിപ്രായമല്ല, കൊല്ലാപറമ്പിലച്ഛന്റെ അഭിപ്രായമാണ്. നമ്മുടെ സമുദായത്തിന്റെ സുസ്ഥിരതയെ, നമ്മുടെ സമുദായത്തിന്റെ തനിമയ്ക്ക് ഏതോ വൈശിഷ്ട്യമുണ്ടെന്ന് കരുതുന്നതുകൊണ്ടാണ് സമുദായ സംഘടനകളിലും ഇടവകയിലും അംഗത്വം ലഭിക്കുവാൻ സമുദായത്തിന് വെളിയിൽ പോയവർ ശ്രമിക്കുന്നത്.
ജ്ഞാനായ തനിമയുടെ വൈശിഷ്ട്യം അങ്ങനെ അവർ തിരിച്ചിതിൽ പ്രവേശിച്ചാൽ ഇല്ലാതെയാകും. ആയതിനാൽ സ്നേഹമുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരെ, നമുക്ക് ഉണർന്ന് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. നമ്മുടെ പൂർവികര് ത്യാഗപൂർവ്വം ക്ലേശങ്ങൾ അനുഭവിച്ച് നേടിത്തന്നതായ ഈ വംശ തനിമയും അതുപോലെ ഉള്ള നമ്മുടെ ആചാരങ്ങളും എല്ലാം നിലനിർത്തി കൊണ്ടുപോകുന്നതിന് നാം അങ്ങേയറ്റം ശ്രമിക്കണം. എനിക്ക് അഭിമന്യ മൂലക്കാട്ട് പിതാവിനോട് ഒരൊറ്റ അപേക്ഷയേ ഉള്ളൂ. കുന്നശ്ശേരി പിതാവ് എൻ്റെ കാലത്ത് തുടങ്ങിയതാണ് ഈ റെസ്ക്രിപ്റ്റ്. അന്ന് അദ്ദേഹം പാലിച്ചത് സ്വീകരിച്ച നയം വളരെ ഗൗരവപൂർവമായ ഒരു മൗനമായിരുന്നു. മറുപടി കൊടുത്തില്ല. മൂലക്കാട്ട് പിതാവ് ചിക്കാഗോയിലും ലോസ് ആഞ്ചലസിലും ഇതിന് അദ്ദേഹത്തിന്റെ ശുദ്ധ മനസ്സുകൊണ്ടാണ് ഇതിനൊരു വ്യാഖ്യാനം നൽകി. ആ വ്യാഖ്യാനമാണ് ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണമായതെന്ന് ഞാൻ വിശ്വസിക്കുക. ഏതായാലും നമ്മുടെ അഭിമന്യ മൂലക്കാട്ട് പിതാവും അദ്ദേഹത്തിന്റെ പിൻഗാമിയുടെ നയം പിന്തുടർന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു സത്യം അറിയുക, ഒന്നുണ്ട്, ആദ്യാവസാനം ഞാൻ വീണ്ടും എൻ്റെ പ്രാർത്ഥന ഒന്നാണ്. ഇത് വിശുദ്ധനായ 10-ാം പീയൂസ് സ്ഥാപിച്ചു തന്നതാണ് നമ്മുടെ ഈ രൂപത. ഈ സമുദായം ക്രൈസ്തവ സഭയുടെ ആരംഭകാലത്ത് തന്നെ രൂപീകൃതമായ സമുദായമാണ്. ഇവിടെ വരുന്നതിന് മുമ്പ് ക്രൈസ്തവന്റെ നേതൃത്വത്തിലുള്ള ഈ കുടിയേറ്റത്തിന് മുൻപ് തന്നെ ക്നാനായക്കാരുണ്ട്. അങ്ങ് ഇറാഖിലെ മെസപ്പൊട്ടോമിയയില് സ്വവംശ വിവാഹ നിഷ്ഠ അതികർശനമായ വിധത്തിൽ പാലിച്ചു പോന്ന ഒരു സമൂഹത്തിന്റെ, ഒരു ചെറിയ സമൂഹത്തിന്റെ ഒരു ചെറിയ പതിപ്പാണ് ഈ കേരളത്തിലേക്ക്, മലങ്കരയിലേക്ക് അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരിലേക്ക് കുടിയേറിയത്. അവര് ഈ 1670 വർഷമായി കാത്തു സൂക്ഷിച്ചു പോന്നു. അന്ന് അവർക്ക് രൂപതയില്ല, മെത്രാനില്ല. ഇന്ന് നമുക്ക് രൂപതയുണ്ട്, മെത്രാനുണ്ട്. എന്നിട്ടും നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ സന്തതി പരമ്പരകളോട്, വരാനിരിക്കുന്ന തലമുറയോട് നമുക്ക് സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് ക്നാനായ സമുദായം സൂര്യചന്ദ്രന്മാരുള്ളിടത്തോളം കാലം ഒരു തനിമയും ഒരുമയോടും കൂടി വിശ്വാസ നിറവിൽ നിലനിൽക്കും എന്ന കാര്യത്തിന് നമുക്ക് സംശയം വേണ്ട. ഇത് ദൈവത്താൽ സ്ഥാപിതമായ സഭയാണ്. ആയതിനാൽ ഒന്നുണ്ട്, ഒരു കാര്യം, സാമ്പത്തിക സൗകര്യങ്ങളും മറ്റതുപോലെയുള്ളതായ ഇത് നമുക്ക് വന്നുകൂടിയിരിക്കുന്നത് കൊണ്ട് നമ്മൾ നിശബ്ദരായി മാറി നിന്ന് എല്ലാം നോക്കിക്കാണുന്നവരായിട്ട് മാറാതെ പ്രതികരണശേഷിയുള്ളവരായി. എനിക്കൊരു അപേക്ഷയുണ്ട്. ജോയ് സാർ പറഞ്ഞതുപോലെ വേണ്ടി വന്നാൽ നമുക്ക് സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തണം. അതുപോലെ തന്നെ 1.25 ലക്ഷം ക്നാനായ കത്തോലിക്കര്, ആ കത്തോലിക്കർക്ക് വേണ്ടി 1.25 ലക്ഷം നിവേദനങ്ങളുടെ ഫാക്സ് പരിശുദ്ധ സിംഹാസനത്തിലേക്ക് പോകട്ടെ. അതവിടെ എത്തിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് നമുക്ക് അനുകൂലമായിട്ടുള്ള വിധിയുണ്ടാകും. അങ്ങനെ ഉണ്ടായി നമ്മുടെ തനിമയും ഒരുമയും എല്ലാം നിലനിർത്തുന്നതിന് സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. താങ്ക് യു. സ്നേഹിതരെ, സമയക്കുറവുകൊണ്ട് ഒരു ചെറിയ ക്രമീകരണം പറയുകയാണ്. മനസ്സിൽ ഉപേക്ഷിച്ചിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ സമുദായ അംഗങ്ങളെ, ഇന്ന് ഓശാന ഞായറാഴ്ചയാണ്. ലോകമെമ്പാടുമുള്ള ക്നാനായക്കാർ ഇന്ന് ദുഃഖിതരാണ്. എല്ലാ വീടുകളിലും ഒറ്റ ചർച്ചാ വിഷയമുള്ളൂ, നമ്മുടെ സമുദായം എങ്ങോട്ടാണ് പോകുന്നത്. അതിന് കാരണം ആയത് ഏതാണ്ട് 3 ആഴ്ച മുമ്പ് നമ്മുടെ രൂപതാധ്യക്ഷൻ അമേരിക്കയിൽ നടത്തിയ ഒരു പ്രഖ്യാപനമാണ്. എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി എന്നത് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണ്. ആ ഒരു പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമുദായത്തിൽ നിന്ന് മാറി കല്യാണം കഴിച്ചവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഇടവകളിലും ഒരു പൊതുയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കും? സമുദായത്തിൽ നിന്ന് മാറി കല്യാണം കഴിച്ച് വന്നവരും മാറി കല്യാണം കഴിക്കാത്തവരും 2 ഗ്രൂപ്പായിട്ട് അവിടെ എന്നും അടി നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
അതോടൊപ്പം തന്നെ നമുക്കറിയാം, കാലങ്ങളായിട്ട് ഈ രൂപത ഇവിടെ രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പൂർവികർ ഏതാണ്ട് 1600 വർഷത്തോളം കാത്തു സൂക്ഷിച്ച് അവരുടെ കണ്ണിലെ കൺമണി പോലെ തന്നെ കാത്തു സൂക്ഷിച്ചൊരു നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ നമ്മുടെ ശക്തിയാണ് നമ്മുടെ എൻഡോഗോമി. അത് സമുദായത്തിൽ നിന്ന് ജന്മം കൊണ്ട് മാത്രമല്ല, സ്വവംശ വിവാഹത്തിൽ കൂടെ തന്നെ അത് ജ്ഞാനായ സമുദായത്തിൻ്റെ അടിത്തറ തന്നെയാണ്. നമുക്കറിയാം, ബൈബിളിൽ തന്നെ എബ്രാഹാം, നമ്മുടെ പൂർവ്വപിതാവ് എബ്രാഹാം സ്വന്തം മകന് ഇസ്ഹാക്കിന് വേണ്ടി കല്യാണം ആലോചിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പരിചാരകരെ വിടുന്നത് സ്വസമുദായത്തിലുള്ള പെണ്ണിനെ കണ്ടെത്താൻ വേണ്ടിയാണ്. അല്ലാതെ ഒരു പണക്കാരെ കല്യാണം കഴിച്ചിട്ട് നീ അന്യ സമുദായത്തിലേക്ക് തിരിച്ചെടുത്തോളൂ എന്നല്ല പറഞ്ഞത്. അതുപോലെ ഒരുപാട് ത്യാഗം ഇവിടെ ഈ നൂറ്റാണ്ടുകളോളം ഇവിടെ ജീവിച്ച് ഈ സമുദായത്തെ നിലനിർത്തുന്നത് ഒരുപാട് ത്യാഗം സഹിച്ചവരാണ്. ഞാൻ തന്നെയാണേലും 1976 കുവൈറ്റിലെ കല്യാണത്തിന് നമ്മുടെ സമുദായത്തിൽ പെണ്ണുങ്ങളില്ലാഞ്ഞിട്ട്, അതായത് മറ്റു സമുദായത്തിൽപ്പെട്ട ആയിരക്കണക്കിന് ദിനാർ ശമ്പളം കിട്ടുന്ന ഓയിൽ കമ്പനിയിലുള്ള പെണ്ണിനെ പോലും കെട്ടാതെ നാട്ടിൽ വന്ന് കല്യാണം കഴിച്ചതാണ്. അങ്ങനെ ഒരുപാട് ത്യാഗം കഴിച്ചവരാണ് ഈ സമുദായത്തെ നിലനിർത്തുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും തന്നെ അതാണ്. ഇന്ന് ഇവിടെ യാതൊരു സൂചനയുമില്ലാതെ, ഒരു പത്രസമ്മേളനം ഇല്ലാതെ, ഇത്രയധികം ആൾക്കാർ ഇടവകളിൽ വിളിച്ചു പറയാതെ ഇത്രയധികം ആൾക്കാർ, എൻ്റെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് ഒരു കത്തോലിക്ക കോൺഗ്രസിൻ്റെ സമ്മേളനം ഇത്രയധികം ആൾക്കാർ ഇവിടെ പങ്കെടുത്തത്. ഇതിന് നമ്മുടെ സമുദായത്തിന് നമ്മുടെ സമുദായത്തിന് തുരങ്കം വെക്കാൻ ശ്രമിക്കുന്നവർക്കൊരു മുന്നറിയിപ്പ് കൂടെയാണ്. ഇതിന് ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ ഇതൊരു സന്ദേശമാണ്. ഈ സന്ദേശം ഇതിന്റെ അധികാരപ്പെട്ടവർ, ഈ സമുദായത്തിന് തുരങ്കം വെക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതൊരു മുന്നറിയിപ്പായിട്ട് കരുതിയില്ല എങ്കിൽ ഈ സമുദായങ്ങൾ പത്രസമ്മേളനത്തിന് ശേഷം കൊടുങ്ങല്ലൂർ ഒന്നുകൂടി കഴിഞ്ഞൊരു കേരള യാത്ര പോലെ ഒരു യാത്ര അരബിലേക്ക് നടത്തി അതോടുകൂടി കോട്ടയം രൂപ തന്നെ ഉണ്ടാകുമെന്ന് കണ്ടറിയണം. അതുകൊണ്ട് ഈ ആവശ്യമില്ലാത്ത പ്രഖ്യാപനം നടത്തിയവർ സ്വയം അത് പിൻവലിക്കുന്നത് നമുക്കും നമ്മുടെ കൂട്ടായ്മയ്ക്കും എല്ലാം നല്ലതാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് ശ്രീ സ്റ്റീഫൻ ജോർജ് XMLA. അഭിവന്യ മൂലക്കാട് പിതാവേ, ഈ വേദിയിൽ ഉപവിഷ്ടനായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, സ്നേഹമുള്ള ക്നാനയ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ക്നാനയ സമുദായം നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി സമയത്താണ് നാം ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. ഇവിടെ സംസാരിച്ചവരൊക്കെ സൂചിപ്പിച്ചതുപോലെ പ്രത്യേകമായ ക്ഷണമില്ലാതെ ഈ ഹോള് നിറയും ക്നാനയ മക്കൾ ഓടിയെത്തിയ സാഹചര്യം മനസ്സിലാക്കി അഭിവന്യ പിതാവ് ഇന്നത്തെ ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമെന്നാണ് വിനീതമായി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഞാൻ ഒരു സുഹൃത്തുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു മകൻ വടക്കംപാവ് സമുദായത്തിൽ കല്യാണം കഴിച്ചു, അവർ രണ്ടും അമേരിക്കയിലാണ്. എൻ്റെ രണ്ടാമത്തെ മകൻ വടക്കംപാവ് സമുദായത്തിൽ കല്യാണം കഴിച്ചു, അവർ രണ്ടും കേരളത്തിലാണ്. എൻ്റെ മൂത്ത മകൻ ക്നാനായക്കാരനും രണ്ടാമത്തെ മകൻ വടക്കംപാവനും. ഇത് ശരിയാണോ എന്നുള്ളതാണ് പ്രശ്നം. ക്നാനയ മക്കൾ ലോകത്തെമ്പാടും ഒന്നുപോലെയാണ്. അഭിവന്യ പിതാവേ, രൂപത നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, 1667 വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ സമുദായത്തെ രണ്ടാക്കാൻ ദയവായി ശ്രമിക്കരുതെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള ക്നാനയ മക്കളുടെ മേൽ അധികാരമുള്ള പിതാവായി നമ്മുടെ പ്രിയപ്പെട്ട മൂലക്കാട് പിതാവ് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിന്റെ പ്രവർത്തനവുമായി നാം മുന്നോട്ട് പോകും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എനിക്കിവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഞാൻ വിനീതമായ ഒരു കാര്യം അഭ്യർത്ഥിക്കട്ടെ. കഴിഞ്ഞ ഫെബ്രുവരി മാസം 23-ാം തീയതി അഭിവന്യ മൂലക്കാട് പിതാവ് ലോസ് ഏഞ്ചൽസിലും പിന്നീട് ചിക്കാഗോയിലും അദ്ദേഹം നടത്തിയ വ്യാഖ്യാനം ക്നാനയ സമുദായ അംഗത്വത്തെക്കുറിച്ചും ഈ സമുദായത്തിന് പുറത്തു വിവാഹം കഴിച്ച ആളിനെ എടുക്കുന്ന സംബന്ധിച്ചുമൊക്കെയുള്ള നടത്തിയ വ്യാഖ്യാനത്തിന് മുമ്പ്, അതിനൊരു ദിവസം മുമ്പ് വരെ ഒരു ക്നാനയ സമുദായത്തിന് പുറത്തു കിട്ടിയ ആളും നമ്മുടെ സഭയിൽ അംഗമായിരുന്നില്ല. അത് സാക്ഷാത്കരിക്കാൻ പോകുന്നുവെങ്കിൽ എന്തിനാണ് പിതാവേ ഈ ക്രൂരത ഞങ്ങളോട് കാണിച്ചത് എന്നാണ് വിനീതമായി എനിക്ക് ചോദിക്കാനുള്ളത്. ബഹുമാനായ നമ്മുടെ കുന്നശ്ശേരി പിതാവ് അദ്ദേഹത്തിൻ്റെ കാലശേഷം
ഈ സമുദായത്തിൽ നിന്നും പിന്തുടർച്ചാവകാശമുള്ള മെത്രാനെ വാഴിക്കണമെന്ന് ആവശ്യപ്പെട്ട് സിനഡിന് അപേക്ഷ കൊടുത്തപ്പോൾ ദുഃഖകരം എന്ന് പറയട്ടെ, ഭൂരിപക്ഷം മെത്രാന്മാരും അടങ്ങുന്ന ആ സിനഡ് ആ പ്രമേയത്തെ വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തി. ദുഃഖിതനായി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന പിതാവ് വീണ്ടും എനിക്ക് ശേഷം ഈ സമുദായത്തിൽ തന്നെ പിതാവിനെ നിയമിക്കണം, അതിന് പിന്തുടർച്ചാവകാശമുള്ള പിതാവിനെ നിയമിക്കാൻ അനുമതി നൽകണമെന്ന് വീണ്ടും റോമിൽ അപേക്ഷ കൊടുത്തു. റോം വീണ്ടും സീറോ മലബാർ സഭയോട് പരിഗണിക്കാൻ പറഞ്ഞ വിഷയം. അങ്ങനെ ആ സമയത്താണ് പ്രാർത്ഥന അച്ചടിച്ച് നൽകിയത് നമ്മുടെ ഇടവകഴി. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, വലിയ പ്രതിസന്ധിയായിരുന്നു നമ്മുടെ സഭയ്ക്ക്. ആ പ്രാർത്ഥന നമ്മൾ ചെല്ലുവനാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് നമുക്ക് ലഭിച്ച പിതാവല്ലേ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ആ പ്രാർത്ഥന ദൈവം കേട്ടു. നാം ദൈവത്തോടാണ് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന ദൈവം കേട്ടു. നിങ്ങൾ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ നിങ്ങളും ഇന്ന് വീട്ടിലേക്ക് പോയാൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അഭിവന്യ പിതാവേ, ഞങ്ങൾ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു, ഈ ഞങ്ങളുടെ സഭയുടെ ഈ പ്രതിസന്ധിയെ പരിഹരിക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ദൈവം കേട്ട പ്രാർത്ഥന അങ്ങ് കേൾക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. തീർച്ചയായും അങ്ങനെ ഈ സമുദായത്തിലുണ്ടായിട്ടുള്ള ഈ പ്രതിസന്ധി പരിഹരിക്കാൻ, ലോകം മുഴുവനുള്ള കാനായക്കാരെ ഒന്നാക്കി നിർത്താൻ, 1667 വർഷത്തെ പാരമ്പര്യത്തെയും തനിമയും നിലനിർത്താനുള്ള നമ്മുടെ മൗലികമായ നമ്മുടെ അവകാശത്തെ സംരക്ഷിച്ചു തരാൻ അഭിവന്യ പിതാവ് തയ്യാറാകണം എന്നാണ് എനിക്ക് ഒരിക്കൽ കൂടി വിനീതമായി അപേക്ഷിക്കാനുള്ളത്. ഞാൻ വളരെ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചതെല്ലാം ആ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പിതാവ് സംസാരിക്കാൻ പോകുമ്പോൾ പറയാനിരിക്കുന്നതും ഇന്നലെ പാസ്റ്റർ കൗൺസിൽ പറഞ്ഞതുമായ കാര്യം, ഞാൻ ഇക്കാര്യത്തിൽ നിസ്സഹായനാണ് എന്നാണ്. പക്ഷേ ഇന്നലെ ഞങ്ങൾ പാസ്റ്റർ കൗൺസിൽ പറഞ്ഞതും ഇന്ന് പറയുന്നതും നാളെ പറയാൻ പോകുന്നതും, എനിക്ക് അധികാരമില്ലെന്ന് പിതാവ് പറയുന്ന അമേരിക്കയിൽ പോയി നമ്മുടെ അംഗത്വത്തെക്കുറിച്ചും നമ്മുടെ ഈ ബന്ധങ്ങളെക്കുറിച്ചെല്ലാം വ്യാഖ്യാനിച്ചു കൊടുത്തു. പിതാവ് ഉപയോഗിച്ച വാക്കാണത്, ഞാനത് കടമെടുക്കുക. വ്യാഖ്യാനിച്ചതുപോലെ ലോകമെമ്പാടുമുള്ള 10,000-കണക്കിന് ക്നാനയ സഭാംഗങ്ങളുടെ വികാരത്തെ മാനിച്ച് അങ്ങ് വീണ്ടും അമേരിക്കയിൽ പോയി തിരിച്ചതിനെ വ്യാഖ്യാനിക്കണമെന്ന് വിനീതമായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങനെ വ്യാഖ്യാനിച്ച് ഈ സമുദായങ്ങളെ സഹായിക്കണമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. ഈ സമുദായത്തിൻ്റെ പ്രതിസന്ധി, ഏത് കാലഘട്ടങ്ങളിൽ ഈ സമുദായത്തിന് പ്രതിസന്ധി ഉണ്ടായോ ആ കാലഘട്ടങ്ങളിലെല്ലാം നമ്മൾ സമുദായവും സഭയും ഒരുമിച്ച് നിന്ന് അതിനെ ചെറുത്ത് പരാജയപ്പെടുത്തിയാണ് നമ്മൾ ഈ സ്ഥിതിയിലേക്ക്, നമ്മൾ ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചേർന്നത് എന്ന ഓർമ്മ നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അതിനായി നമുക്കറിയാം, ഇവിടെ സൂചിപ്പിച്ചതുപോലെ 100 വർഷം പൂർത്തിയായ ജൂബിലി കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു രൂപതയ്ക്ക് നടത്താൻ കഴിയാത്ത വിധം അത്യുജ്വലമായി നാം നടത്തിയില്ലേ? അത് ഞങ്ങളെല്ലാം പിതാവിന്റെ പിന്നിലുള്ളത് കൊണ്ടാണ്. ജോയ് സാറ് പറഞ്ഞതുപോലെ ഞങ്ങളെല്ലാം പിതാവിന്റെ കൂടെയാണ്. പക്ഷേ ഇവിടെ ഇന്നുണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം, ഈ ഭിന്നത, അതൊഴിവാക്കാൻ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് ഞങ്ങളെ 1.25 ലക്ഷം ജനങ്ങൾ വരുന്ന ലോകത്തിലെ കാനായ മക്കളെ നമ്മുടെ ആവശ്യത്തിലേക്ക് നയിക്കാൻ നമ്മുടെ ആധ്യാത്മിക പിതാവായ അഭിവന്യ മൂലക്കാട് തിരുമേനി തയ്യാറാകണമെന്ന് ഒരിക്കൽ കൂടി വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. അടുത്തത് ശ്രീ സൈമൻ ആറുപറ. അഭിവന്യ പിതാവേ, ബഹുമാനപ്പെട്ട വൈദികരെ, ക്നാനായ സമുദായത്തിലെ സഹോദരി സഹോദരന്മാരെ, എനിക്ക് മുൻപ് പ്രസംഗിച്ച ക്നാനായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ചാപ്ലൈനും കോട്ടയം അതിരൂപത വികാരി ജനറലുമായ മോൺസിഞ്ഞോർ മാത്യു എളപ്പണിക്കൽ പറയുകയുണ്ടായി, ഒരു രൂപതയുടെ ഭരണ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന എപ്പാർക്കൽ അസംബ്ലിയിലായിരുന്നു എന്ന്. ആ എപ്പാർക്കൽ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് 2000 നടന്ന എപ്പാർക്കൽ അസംബ്ലിയുടെ തീരുമാനങ്ങളെല്ലാം ഒരു പുസ്തക രൂപത്തിൽ ഇറക്കുകയും ആ പുസ്തകത്തിൽ പറഞ്ഞിരുന്ന ഒരു സെൻറ്റൻസ് അച്ഛനിവിടെ പറയുകയുണ്ടായി. ക്നാനായ മാതാപിതാക്കൾക്ക് ജനിക്കുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ ക്നാനായക്കാരാകുകയുള്ളൂ എന്ന്. അതിനു മുൻപും അതിനുശേഷവും പറഞ്ഞിരുന്ന 2 കാര്യങ്ങൾ അച്ഛൻ ഒഴിവാക്കിയാണ് ആ സെൻറ്റൻസ് വായിച്ചത്. സ്നേഹിതരെ, ഞാനതിവിടെ വായിക്കാം. AD 345 കൊടുങ്ങല്ലൂരിൽ കുടിയേറിയ 7 ഇല്ലം 72 കുടുംബക്കാർ സ്വവംശ വിവാഹ നിഷ്ഠയിലൂടെ രൂപീകരിച്ചതാണ് ക്നാനായ സമുദായം.
ജ്ഞാനായ മാതാപിതാക്കന്മാരിൽ നിന്നും ജനിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ജ്ഞാനായ സമുദായമാകുവാൻ പാടുള്ളൂ. അത് അച്ഛനിവിടെ പറയണ്ടായി. അതിനുശേഷവും എഴുതിയിരിക്കുന്നു, ജ്ഞാനായരുടെ സാമുദായിക നിലനിൽപ്പിന് അടിസ്ഥാനം അവർ പാലിച്ചു പോരുന്ന സ്വവംശ വിവാഹ നിഷ്ഠയാണ്. എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഈ മീറ്റിങ്ങിനും അല്ലെങ്കിൽ നാം ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ എല്ലാവരുടെയും ഒരു ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം അഭിമന്യ പിതാവിൻ്റെ ഫെബ്രുവരി മാസം 23-ാം തീയതി നടത്തിയ ആ ഒരു വ്യാഖ്യാനത്തോടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഈ ജ്ഞാനായ ഇടവകകൾ അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലുള്ള ജ്ഞാനായ ഇടവകകൾ എങ്ങനെ രൂപമുള്ള ആ ഇടവകകളിലുള്ള അംഗത്വം സംബന്ധിച്ചുള്ളതാണ്. അതിനെക്കുറിച്ചും ആ എപ്പാർക്കൽ അസംബ്ലിയിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. ഒരു ജ്ഞാനായ ഇടവക എന്ന് പറയുന്നത് ആ പ്രദേശത്തെ ക്രൈസ്തവ വിശ്വാസികളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന പ്രാദേശിക ഇടവകയാണ് സാധാരണയായി വേണ്ടത്. എന്നാൽ വൈദിക സമിതിയോടെ ആലോചിച്ചതിന് ശേഷം ആവശ്യമെന്ന് രൂപതാ മെത്രാന് ബോധ്യമായാൽ ദേശീയത, ഭാഷ, ക്രൈസ്തവ വിശ്വാസികൾക്ക് മറ്റൊരു സ്വയാധികാര സഭയിലുള്ള അംഗത്വം വ്യക്തമായും വ്യതിരിക്തമാകുന്ന മറ്റേതെങ്കിലും ഘടകം ഇവിടെ അടിസ്ഥാനമാക്കി വ്യക്തിയാധിഷ്ഠിത ഇടവകകൾ സ്ഥാപിക്കേണ്ടതാണ്. ജ്ഞാനായ വംശീയ തനിമയെ കാനോനിയതിൽ പറയുന്നത് പോലെ വ്യക്തമായും വ്യതിരിക്തമാകുന്ന ഒരു ഘടകമായി പരിഗണിച്ചാണ് ജ്ഞാനായ സമുദായത്തിന് തനതായ ഇടവകകൾ മാർത്തോമ സുറിയാനി സഭയിൽ ആദ്യകാലം മുതൽ നിലനിന്നത്. ഇപ്പോഴുള്ള ജ്ഞാനായ സമുദായ ഘടകത്തിൻ്റെ അധികാര പരിധിക്ക് പുറമെ ഇത്തരത്തിലുള്ള ജ്ഞാനായ ഇടവകൾ സ്ഥാപിക്കാവുന്നതാണ്. ഇവിടെയാണ് ഞാൻ ബഹുമാനപ്പെട്ട അഭിമന്യ പിതാവിനോട് ചോദിക്കാനുള്ളത്. ജ്ഞാനായ സഭാഘടകത്തിൻ്റെ അധികാര പരിധിക്ക് പുറത്തുള്ള ഇത്തരത്തിലുള്ള ഇടവകകൾ സ്ഥാപിക്കുവാൻ നമുക്ക് സാധിക്കത്തില്ലേ? നമ്മളിൽ നിന്നും പുറത്തുപോയ, അല്ലെങ്കിൽ മനഃപൂർവ്വം അല്ല എങ്കിൽ പോലും സമുദായത്തിൽ നിന്ന് വെളിയിൽ ആയ അല്ലെങ്കിൽ സമുദായത്തിന് വെളിയിലുള്ള ആളുകളെ വിവാഹം കഴിച്ച് മാറിപ്പോയ ആളുകളെ എന്തിന് ചേർക്കുവാൻ നമ്മൾ ഇത്രമാത്രം വ്യഗ്രതപ്പെടുന്നു? ഇത് ഇവിടെ ജനിച്ച് വളർന്ന് സമുദായ മാതാപിതാക്കൾക്ക് ജനിച്ച് സ്വവംശ വിവാഹ നിഷ്ഠയിലൂടെ ജീവിച്ചു പോരുന്ന ജ്ഞാനായക്കാർക്ക് സഹിക്കുവാൻ പറ്റത്തില്ല. ഈ എപ്പാർക്കൽ അസംബ്ലിയിൽ തന്നെ അഭിമന്യ ഉന്നശ്ശേരി പിതാവ് പറയുകയുണ്ടായി, പരിഷ്കാരം ആവശ്യമാണ്, വിജ്ഞാനം എപ്പോഴും നല്ലതാണ്, പക്ഷേ കുളിപ്പിച്ച് കൊച്ചില്ലാതെ വരരുത്. ഇത് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് ശ്രീ ഷൈജി ഓട്ടപ്പള്ളി. അഭിമന്യ പിതാവേ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയ ജ്ഞാനായ കുടുംബാംഗങ്ങളെ, ഇവിടെ വിഷയം രണ്ടാണ്. ജ്ഞാനായക്കാരൻ്റെ നിർവചനം. ഒരിക്കൽ കൂടി ജ്ഞാനായ സമുദായത്തിൽ നിന്നും പാഠങ്ങൾ പഠിച്ച ഒരു സമുദായ അംഗം എന്ന നിലയിൽ ഞാൻ പറയുന്നു, ജ്ഞാനായ മാതാപിതാക്കൾ ജനിക്കുകയും ജ്ഞാനായ തനിമയും പാരമ്പര്യവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് സ്വവംശ വിവാഹ നിഷ്ഠയുടെ ജീവിക്കുന്നവനാണ് ജ്ഞാനായക്കാരൻ. രണ്ടാമത്തെ വിഷയം അമേരിക്കയിലെ ജ്ഞാനായ അംഗത്വം സംബന്ധിച്ചുള്ളത്. ഇത് 1986 മുതലുള്ള വിഷയമാണ് എന്ന് ഞങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു. 2003 ചിക്കാഗോ രൂപത നിലവിൽ വന്നപ്പോൾ റോം നൽകിയ നിർദ്ദേശം അനുസരിച്ച് അവിടെ ഇടവകൾ രൂപീകരിക്കേണ്ടി വന്നു എന്ന് ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇതിനു മുൻപ് വ്യക്തമായ ഒരു രൂപത്തിലും ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല. ഇപ്പോൾ അതിൻ്റെ സീരീസ് മനസ്സിലാവുന്നു. അങ്ങനെയെങ്കിൽ ജ്ഞാനായ തനിമയും പാരമ്പര്യങ്ങളും വേണ്ട എന്ന് വെക്കുന്ന ഇടവകകൾ ലോകത്തിൽ എവിടെയായാലും ഞങ്ങൾക്ക് വേണ്ട. അമേരിക്കയിൽ ചിക്കാഗോയിൽ രൂപതയിൽ ജ്ഞാനായ ഇടവക വേണ്ട, മറിച്ച് ജ്ഞാനായക്കാർ നേതൃത്വം നൽകുന്ന സീറോ മലബാർ ഇടവക മതി. അതോടെ ആർക്ക് ഈ ജ്ഞാനായ ഇടവകയിൽ അംഗമാകാൻ സാധിക്കും? ആർക്കും സാധിക്കുകയില്ല. നമ്മളൊന്ന് മനസ്സിലാക്കണം, ഇത് വ്യാഖ്യാനം ചെയ്യുവാനായിട്ട് അഭിമന്യ പിതാവിന് ഇടയായ സാഹചര്യം അതാണ് ഇന്ന് ആർക്കും മനസ്സിലാവാത്തത്.
അതുകൊണ്ട് അതിന് പിതാവ് ഞങ്ങൾക്ക് വ്യക്തമായ മറുപടി തരണം. പിതാവിന് അധികാരമില്ല എന്ന് പറയുന്ന സ്ഥലത്ത് അമേരിക്കയിൽ പിതാവ് ഇത് സംബന്ധിച്ചുള്ള നിർവചനവും വ്യാഖ്യാനവും നടത്തിയത് കൊണ്ടുണ്ടായ പ്രശ്നമാണ് ഇന്ന് ഇത്രയും ആളുകൾ ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നത്. ഇവിടെ ഒരു ആൾ കൂടി വേണമായിരുന്നു ഈ വേദിയിൽ എന്ന് എനിക്ക് തോന്നുകയാണ്. അഭിമന്യ കുന്നശ്ശേരി പിതാവ്. ക്നാനായക്കാരന്റെ സമുദായ നേതാവ് എന്ന നിലയിൽ സഭയുടെ എല്ലാ വികാരങ്ങളും വിചാരങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് സമുദായ നേതാവായി വ്യക്തമായ നേതൃത്വം നൽകിയ പിതാവായിരുന്നു കുന്നശ്ശേരി പിതാവ്. ഞങ്ങൾക്കും ആവശ്യം പ്രാർത്ഥിച്ചു കിട്ടിയ ഞങ്ങളുടെ മൂലക്കാട്ട് പിതാവ് കുന്നശ്ശേരി പിതാവിന്റെ നയം പിന്തുടരണം. അതിന് തക്കതായിട്ടുള്ള ആവശ്യമായ നടപടികൾ റോമിൽ വേണ്ട വിധത്തിൽ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ആവശ്യമെങ്കിൽ അമേരിക്കയിൽ ഇടവകകൾ നമുക്ക് വേണ്ട എന്ന് തീരുമാനിക്കുവാനും അത്തരത്തിൽ നിലകൊള്ളുന്ന നമ്മുടെ സമുദായ പാരമ്പര്യങ്ങൾ കാത്തുസൂക്ഷിക്കാൻ പറ്റുന്ന വൈദികർ അമേരിക്കയിൽ പോയാൽ മതി. അല്ലാത്ത വൈദികരെ തിരിച്ചു വിളിക്കണം. താങ്ക് യു.